ഇൻട്രൊഡക്ഷൻ എ ട്രിപ്പ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 2022 ഇറങ്ങിയൊരു ഡോക്യുമെൻ്ററിയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്തത് ക്യൂരിയസ് ചാനലാണ്. സോ എന്താണ് ഈ ഡോക്യുമെൻ്ററി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ദി ഇന്നെവിറ്റബിൾ ഫേറ്റ് ഓഫ് ദി യൂണിവേഴ്സിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിധി. എന്താണ് ആ വിധി? ഇറ്റ്സ് എൻഡ്, യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അവസാനം. ഇതിനെക്കുറിച്ചാണ് ഈ ഡോക്യുമെൻ്ററി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ 1929 എഡ്വിൻ ഹബിൾ എന്ന് പറഞ്ഞ അമേരിക്കൻ അസ്ട്രോണമറാണ് വളരെ വിചിത്രമായിട്ടുള്ളൊരു ഡിസ്കവറി നടത്തിയത്. എന്താണ് ഡിസ്കവറി? ദി യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിങ്, അതായത് നമ്മുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം നടത്തിയ ഒരു ഡിസ്കവറി. ഈ ഒരു എക്സ്പാൻഷൻ വഴി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദ റിസൾട്ട്സ് ഇൻ ദ ഡെത്ത് ഓഫ് ദി യൂണിവേഴ്സിൻ്റെ അവസാനമാണ് ഇതുകൊണ്ട് നടക്കാൻ പോകുന്നത്, എക്സ്പാൻഷൻ വഴി. സോ ഇത് പക്ഷേ ഒരു 50 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇത് ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ളൊരു ഈവൻ്റ് ആണ്. ആൻഡ് ഇത് വളരെയധികം ചലഞ്ചിലാക്കിയത് ആരെയാണ്? ആസ്ട്രോഫിസിസിസ്റ്റിനെ. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആസ്ട്രോഫിസിസ്റ്റിനെ ഇത് വളരെയധികം ചലഞ്ചിലാക്കി. സോ അവരുടെ ദൗത്യം എന്താണ്? ടു ഫിഗർ ഔട്ട് ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ. ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ദൗത്യം ആർക്കാണ്? ആസ്ട്രോഫിസിസ്റ്റിനാണ്. സോ ഈ ഡോക്യുമെൻ്ററി എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? പല വേരിയസ് പോസിബിലിറ്റീസ്, സാധ്യതകൾ ദാറ്റ് കുഡ് ലീഡ് ടു ദി എൻഡ് ഓഫ് യൂണിവേഴ്സിൻ്റെ അവസാനം കാണിക്കുന്ന പല സാധ്യതകളെ കുറിച്ചാണ് ഈ ഡോക്യുമെൻ്ററി പറയുന്നത്. സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1929 എഡ്വിൻ ഹബിളാണ് ഈ ഒരു സ്ട്രേഞ്ച് ഡിസ്കവറി നടത്തുന്നത്. അദ്ദേഹം എവിടെയാണ് ഈ ഡിസ്കവറി നടത്തിയത്? ലുക്കിംഗ് ത്രൂ ദ ലാർജസ്റ്റ് ടെലിസ്കോപ്പ് ഇൻ മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററി, കാലിഫോർണിയയിൽ മൗണ്ട് വിൽസണിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്സർവേറ്ററിയിലെ ലാർജസ്റ്റ് ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോഴാണ് അദ്ദേഹം ഈ ഒരു സ്ട്രേഞ്ച് ഡിസ്കവറി നടത്തിയത്. എന്താണ് ആ സ്ട്രേഞ്ച് ഡിസ്കവറി? യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിങ്. സോ അന്നേ വരെ സയൻറ്റിസ്റ്റുകൾ ബിലീവ് ചെയ്തത് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണെന്നാണ്, അതായത് ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തതാണ് യൂണിവേഴ്സ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ഡിസ്കവറിക്ക് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആസ്ട്രോഫിസിസ്റ്റിൻ്റെ ഒരു ദൗത്യമായി മാറി ഇതിൻ്റെ എൻഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ എൻഡ് പ്രഡിക്റ്റ് ചെയ്യുന്ന പോസിബിലിറ്റീസ്. സോ അങ്ങനെ 3 പോസിബിലിറ്റീസ് ആയിട്ടാണ് അവർ വന്നത്. ഫസ്റ്റ് പോസിബിലിറ്റി ദ ബിഗ് ക്രഞ്ച്, സെക്കൻഡ് വൺ ദ ബിഗ് ചിൽ, തേർഡ് വൺ ദ ബിഗ് റിപ്പ്. ഈ 3 പോസിബിലിറ്റീസ് ആണ് അവർ പ്രഡിക്റ്റ് ചെയ്തത്. ബിഗ് ക്രഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. ബിഗ് ക്രഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബലൂൺ, ഊതി വീർപ്പിച്ചൊരു ബലൂൺ, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ വീർത്ത് വരുന്നതിനിടയിൽ അത് പഴയ അവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകും. അതായത് അതിൻ്റെ ഉള്ളിലെ എയറൊക്കെ മൊത്തം പുറത്ത് പോയിട്ട് ഒരു ബലൂൺ ചുരുങ്ങി അതിൻ്റെ ഒറിജിനൽ സൈസിലേക്ക് മാറുന്നത് പോലെ യൂണിവേഴ്സ് മാറുന്നതിനെയാണ് ദ ബിഗ് ക്രഞ്ച് എന്ന് പറയുന്നത്. സോ ഈ ചുരുക്കം അല്ലെങ്കിൽ ഈ ചുരുങ്ങി പോകുന്നതിന് സഹായിക്കുന്നത് ഗ്രാവിറ്റിയാണ്. സോ ഈ ഗ്രാവിറ്റി പിടിച്ച് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ യൂണിവേഴ്സ് പഴയ ഫോമിലോട്ട് തിരിച്ചു പോകും. അതാണ് ബിഗ് ക്രഞ്ച് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു പോസിബിലിറ്റിയിലായിരിക്കും നമ്മുടെ പ്രപഞ്ചം അവസാനിക്കുന്നത്. രണ്ടാമത്തെ സാധ്യതയായിട്ട് അവർ പറയുന്നത് ദ ബിഗ് ചിൽ എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നാണല്ലോ അർത്ഥം. സോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യൂണിവേഴ്സ് വികസിച്ച് അവസാനം സ്റ്റാർസ് എല്ലാം ബേൺ ഔട്ട് ചെയ്യും. സോ ഈ എനർജി സോഴ്സ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രപഞ്ചം വളരെ കോൾഡ് ആയിട്ട് മാറുകയും അവസാനം അതിൻ്റെ ഡെത്ത് സംഭവിക്കുകയും ചെയ്യും. സോ ഇതാണ് സെക്കൻഡ് പോസിബിലിറ്റി. മൂന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? ദ ബിഗ് റിപ്പ്. അതൊരു സ്പെക്ടാക്കുലർ ആൻഡ് ഡ്രമാറ്റിക് എൻഡ് ആയിരിക്കും. വളരെ നാടകീയമായിട്ടുള്ളൊരു അവസാനമായിരിക്കും. അതെങ്ങനെയാണ്? ദ യൂണിവേഴ്സ് സ്ട്രെച്ച് ടു ഇറ്റ്സ് ലാസ്റ്റ് ആറ്റം, അതായത് പൊട്ടിത്തെറിക്കുക. ബിഗ് പോപ്പോട് കൂടിയിട്ട് ഒരു ബലൂൺ, അഗെയിൻ നമുക്കൊരു ബലൂണിൻ്റെ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എയർ നിറച്ച് ഒരുപാടത് എന്താ ഉണ്ടാവുക? വികസിച്ച് അവസാനം അത് പൊട്ടിത്തെറിക്കും. സോ അങ്ങനെ ഒരു നാടകീയമായിട്ടുള്ളൊരു അവസാനമായിരിക്കാം ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ തേർഡ് പ്രഡിക്ഷൻ. സോ അതിനെ ബിഗ് റിപ്പ് എന്നാണ് അവർ പറയുന്നത്. സോ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് എ ക്വിക്ക് പേസ്, അതായത് വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. സോ ഇതെങ്ങനെ അവസാനിക്കും എന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവേണ്ടതുണ്ട്. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? യൂണിവേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ദ ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ദ ബിഗ് ബാങ് തിയറി എന്താണെന്നുള്ളത്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു തിയറിയാണ് ദ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. സോ എന്താണ് ബിഗ് ബാങ്? അതായത് ഒരു പോയിന്റ്, സ്പേസിലെ ഒരു പോയിന്റ് വിച്ച് ഇസ് സ്മോളർ ദാൻ ആൻ ആറ്റത്തിനേക്കാളും ചെറിയൊരു പോയിന്റ് എക്സ്പ്ലോഡ് ചെയ്തിട്ടാണ് ഈ യൂണിവേഴ്സ് ഉണ്ടായത്. സോ ഇതിൻ്റെ ഈ പോയിന്റിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതുപോലത്തെ പല പോയിന്റുകൾ പൊട്ടിത്തെറിച്ചിട്ടാണ്, എക്സ്പ്ലോഡ് ചെയ്തിട്ടാണ് യൂണിവേഴ്സ് ഉണ്ടായിരിക്കുന്നത്. സോ ഈ പൊട്ടിത്തെറിയിൽ ആദ്യം ഫോം ചെയ്തത് ക്വാർക്സ് ആണ്, സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ആറ്റം. ഇതാണ് ആദ്യം
പ്രൊഡ്യൂസ് ചെയ്തത്. സോ ഇതിൻ്റെ ഈ ക്വാക്സ് എല്ലാം കൂടെ കൊളൈഡ് ചെയ്ത് ആണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി യൂണിവേഴ്സ് ആയിട്ട് മാറുന്നത്. ആൻഡ് ഈ ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാം കൂടെ ഒരു പ്ലാസ്മ അവസ്ഥയിൽ 400,000 ഇയേഴ്സ് നമ്മുടെ സ്പേസിൽ ഇങ്ങനെ ഇരുന്നു എന്നാണ് പറയുന്നത്, ഫ്ലോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അവസാനം ഈ എല്ലാ പാർട്ടിക്കിൾസിനെയും പ്ലാസ്മേനെ എല്ലാം ഗ്രാവിറ്റി പിടിച്ചു വലിച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. സോ ഈ സ്റ്റാർസ് വന്നപ്പോഴാണ് നമ്മുടെ കോസ്മോസിൽ പ്രകാശം പരന്നത്. സോ ഇതാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഫോർമേഷൻ. യൂണിവേഴ്സ് എത്ര വേഗത്തിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സയൻറ്റിസ്റ്റുകളും ആസ്ട്രോഫിസിസ്റ്റുകളും വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? അത് വേൾഡ്സ് ലാർജസ്റ്റ് അസ്ട്രോണമിക്കൽ റിസർച്ച് ഫെസിലിറ്റി, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അസ്ട്രോണമിക്കൽ ഫെസിലിറ്റി ആയിട്ടുള്ള ഹവായ് ഐലൻഡിലുള്ള ഒരു വോൾക്കാനോമെ, അതിൻ്റെ മുകളിലാണ് ഇവർ ഈ കെക്സ് ടെലിസ്കോപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ 14,000 അടി മുകളിലാണ് ഈ ഒരു കെക്സ് ടെലിസ്കോപ്പ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ടെലിസ്കോപ്പിൽ നിന്ന് നോക്കുന്നത് വഴി അവർക്ക് കോസ്മോസിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂസ് കിട്ടുന്നു. സോ എന്തുകൊണ്ടാണ് ഇത്രയും റിമോട്ട് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്? കാരണം ഇൻ ദി ആബ്സെൻസ് ഓഫ് സിറ്റി ലൈറ്റ്സ് ആൻഡ് പൊല്യൂഷൻ്റെ അഭാവത്തിലും അതുപോലെ തന്നെ സിറ്റിയിലുണ്ടാവുന്ന ലൈറ്റ്സിൻ്റെ അഭാവത്തിലും ഈ ഒരു റിമോട്ട് സ്ഥലങ്ങളിൽ ടെലിസ്കോപ്പ് വളരെയധികം നന്നായിട്ട് വർക്ക് ചെയ്യും. സോ പല ആസ്ട്രോണമേഴ്സിനും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹവായ് ഐലൻഡിലെ ഈ ഒരു ഡോമൻ വോൾക്കാനോയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ഒബ്സർവേറ്ററി അല്ലെങ്കിൽ ഈ റിസർച്ച് ഫെസിലിറ്റി എന്ന് പറയുന്നത് ആസ്ട്രോണമേഴ്സിന് ഒരു പാരഡൈസ് ആണ്, സ്വർഗം തന്നെയാണ്. സോ ഇവിടെ വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും അവരതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നത്. സോ ഈ നിരീക്ഷണത്തിൻ്റെ ഇടയിൽ സയൻറ്റിസ്റ്റുകൾ മറ്റൊരു കാര്യം കൂടെ ഡിറ്റക്റ്റ് ചെയ്യുകയാണ്. അതെന്താണ്? നമ്മുടെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗാലക്സിയിൽ നിന്നിട്ട് എക്സ്റേസ് പുറപ്പെടുപ്പിക്കുന്നു. സോ എന്തിൽ നിന്നാണ് ആ എക്സ്റേ പുറപ്പെടുപ്പിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ല. സോ എന്ത് തന്നെ ആയാലും അത് നമ്മുടെ സണ്ണിനേക്കാളും 7 ഇരട്ടി ഹെവി ആയിട്ടുള്ള എന്തോ ഒന്നാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ അവരതിന് പേരിട്ടത് ബ്ലാക്ക് ഹോൾസ് എന്നാണ്. സോ എന്താണ് ബ്ലാക്ക് ഹോൾസ്? അഗെയിൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർസ് ബേൺ ഔട്ട് ചെയ്ത്, അതായത് ഫ്യൂവൽ കഴിയുമ്പോൾ സ്റ്റാർ ബേൺ ഔട്ട് ചെയ്ത് അതിലേക്ക് തന്നെ കൊളാപ്സ് ചെയ്ത് വീണിട്ടാണ് ബ്ലാക്ക് ഹോൾസ് ഉണ്ടാവുന്നത്. സോ ഈ ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്ത് പോയ ഒരു സ്റ്റാർ അങ്ങനെ അനവധി എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർസ് ആണ്, ബേൺ ഔട്ട് ഓഫ് സ്റ്റാർസ് ആണ് പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്നത്. സോ ഇവരെ എല്ലാം ഒരുമിച്ച് അട്രാക്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ബ്ലാക്ക് ഹോൾസ് ഉണ്ടാവുന്നത്. സോ ഈ ബ്ലാക്ക് ഹോൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഇൻറ്റൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, വളരെ ഗ്രാവിറ്റിയാണ് അതിന്. സോ അതിൻ്റെ അടുത്ത് കൂടെ എന്ത് തന്നെ പാസ് ചെയ്ത് പോയാലും ഇത് അതിനെ പിടിച്ചു വലിക്കും. സോ വൺസ് ഇതിൽ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റില്ല, ട്രാപ്ഡ് ആവും. സോ ഈവൻ ലൈറ്റിന് പോലും ബ്ലാക്ക് ഹോളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അത്രയ്ക്കും ഇൻറ്റൻസ് ഗ്രാവിറ്റിയാണ് ബ്ലാക്ക് ഹോളിന് ഉള്ളത്. സോ ഇനി ഈ ബ്ലാക്ക് ഹോൾസിന് എന്തിനുള്ള ശേഷിയുണ്ട്? അതിന് യൂണിവേഴ്സിനെ കൊളാപ്സ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. സോ ഇതൊരു ഡാർക്ക് എനർജിയാണ്, ഗ്രാവിറ്റീനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഡാർക്ക് എനർജിയാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. സോ ഇതിന് എന്തിനുള്ള ശേഷിയുണ്ട്? ഇറ്റ് പുഷസ് ഗാലക്സീസ് എവേ, ഗാലക്സികൾ തമ്മിൽ അകറ്റി മാറ്റുകയാണ് ആക്ച്വലി ഈ ബ്ലാക്ക് ഹോൾസ് ചെയ്യുന്നത്. സോ അതാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാരണവും. സോ സയൻറ്റിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർസ് ആണ് അവർ നിരീക്ഷിക്കുന്നത്, അതായത് സൂപ്പർനോവേ. ഇത് നിരീക്ഷിക്കുന്നത് വഴി അവർക്ക് എന്താണ് മനസ്സിലാവുന്നത്? എത്രമാത്രം യൂണിവേഴ്സ് അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ടാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് ഈ എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർസ് കണ്ടാൽ മനസ്സിലാവും. അതെങ്ങനെയാണ്? ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് ഓഫ് എക്സ്പ്ലോഡിങ് സ്റ്റാർസ് ആർ മെഷേർഡ്. അതായത് ഇവർ ഈ ഡിസ്റ്റൻസും സ്പീഡും അളക്കുകയാണ്. എന്തിൻ്റെ? എക്സ്പ്ലോഷൻ ഓഫ് സ്റ്റാർസിൻ്റെ. അതെങ്ങനെയാണ് അളക്കുന്നത്? ബൈ ദ എമൗണ്ട് ഓഫ് റെഡ് ലൈറ്റ് ദേ എമിറ്റ്. അതായത് നമ്മളുടെ അടുത്ത് നിന്ന് ഒരുപാട് അകലെയാണ് ഈ സ്റ്റാർസ് എക്സ്പ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ റെഡ് ലൈറ്റ് വളരെയധികം കൂടുതലായിരിക്കും. സോ അടുത്താണെങ്കിൽ ഈ റെഡ് ലൈറ്റ് വളരെ കുറവായിരിക്കും. സോ ഈ ഒരു ലൈറ്റിൻ്റെ റെഡ്നെസ് കണ്ടുകൊണ്ടാണ് അവർ എത്രമാത്രം അകലെ ഈ സ്റ്റാർസ് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നത്. സോ ഒരുപാട് അകലെ പോകുന്നതിൻ്റെ അർത്ഥം യൂണിവേഴ്സ് അത്രയും സ്പീഡിൽ വികസിക്കുകയാണ് എന്നാണ് അവരിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സോ ഇതിനെ റെഡ് ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. സോ ലാസ്റ്റായിട്ട് നമുക്ക് ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും എന്താണെന്ന് നോക്കാം. അത് ഡോക്യുമെൻ്ററിയിൽ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഫോഴ്സാണ്, യൂണിവേഴ്സിനെ ഒരുമിച്ച് നിർത്തുന്ന, ഒരുമിച്ച് നിർത്തുന്ന ഫോഴ്സാണ് ഡാർക്ക് മാറ്റർ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡാർക്ക് എനർജി. ഡാർക്ക് എനർജി എന്താണ് ചെയ്യുന്നത്? യൂണിവേഴ്സിനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. സോ അതാണ് നമ്മുടെ യൂണിവേഴ്സിനെ പീസസ് ആക്കിയിട്ട് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് ഡാർക്ക് എനർജി
എനർജിയാണ്. സോ ഇതിൽ റിയൽ ആയിട്ടുള്ള കൾപ്രിറ്റ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് ഡാർക്ക് എനർജിയാണ്. യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഡാർക്ക് എനർജിയാണ്. പക്ഷേ ഈ ഡാർക്ക് എനർജി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് സയൻറ്റിസ്റ്റുകൾക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഒന്നാണ്. സോ ഒന്ന് മാത്രം അവർക്കറിയാം, ദി എൻഡ് ഓഫ് യൂണിവേഴ്സ് ഇസ് ഡിറ്റർമിൻഡ് ബൈ വൺ ഹൂ കംസ് ഔട്ട് സ്ട്രോങ്. ഇതിൽ ഏതാണോ ഡാർക്ക് മാറ്റർ ആണോ അല്ലെങ്കിൽ ഡാർക്ക് എനർജിയാണോ കൂടുതലും സ്ട്രോങ് ആയിട്ട് വരുന്നത്, അതായിരിക്കും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അവസാനം നിർണ്ണയിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഡബ്ല്യു മാപ്പ്, നാസയുടെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു മാപ്പ് പ്രകാരം ഡാർക്ക് എനർജിക്കാണ് കൂടുതൽ സ്ട്രെങ്ത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്ലോഷൻ ഓഫ് യൂണിവേഴ്സ് ഉണ്ടാവാനാണ് കൂടുതലായിട്ട് ചാൻസ്. സോ ഈ ഒരു ഔട്ട്കം ഉണ്ടാവുന്നതിനേക്കാൾ ഒരുപാട് മുന്നേ തന്നെ ഹ്യൂമൻസ് അല്ലെങ്കിൽ മനുഷ്യരാശി ഇവിടുന്ന് അവസാനിക്കുന്നത് കൊണ്ട് അത്തരമൊരു പേടി നമുക്ക് ആവശ്യമില്ല. കാരണം ആ ഒരു ഔട്ട്കമ്മിന് മുമ്പേ മനുഷ്യരാശി ഇവിടുന്ന് ഇല്ലാതായിട്ടുണ്ടായിരിക്കും.